നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനിയില്ല കേരളത്തിൽ. മാത്രമല്ല, രാഹുലിനൊരു ജയിൽ മോചനവും ഉണ്ടാകില്ല ഉടൻ. ലൈംഗിക പീഡന കേസുകളിൽ ജാമ്യം നേടി പുറത്തിറങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിൽ മൂന്നാം കേസിലും കുരുക്കു മുറുകുമ്പോൾ ശാസ്ത്രീയമായിട്ടുള്ള ചോദ്യം ചെയ്യലിൽ പാലക്കാട്ടെ MLA അടിപതറിപ്പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. ആരെയും ബലാത്സംഗം ചെയ്തില്ല എന്നുള്ള വാദത്തിൽ രക്ഷയൊരുക്കാൻ ഇനി മാങ്കൂട്ടത്തിന് കഴിയുമെന്ന് തോന്നുന്നില്ല. കാരണം ഇനിയും അനേകം പരാതികൾ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ രാഹുലിന് ഉടൻ മോചനം ഉണ്ടാവുകയുമില്ല. പ്രത്യേക അന്വേഷണ സംഘ തലവി ജി പൂങ്കുഴലിയുടെ നേതൃത്വത്തിൽ നടന്ന ചോദ്യം ചെയ്യൽ, ആ ചോദ്യം ചെയ്യലിൽ ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾക്ക് മുന്നിൽ രാഹുൽ പതറുന്ന കാഴ്ചയാണ് പത്തനംതിട്ട AR ക്യാമ്പിൽ കണ്ടത്. ചോദ്യം ചെയ്യലിന്റെ ആദ്യഘട്ടത്തിൽ അതീവ ആത്മവിശ്വാസത്തോടെയും ചെറുപുഞ്ചിരിയോടുമൊക്കെയാണ് രാഹുൽ മറുപടി നൽകിയത് എങ്കിൽ യുവതിയുടെ ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണ് എന്നും താൻ ആരെയും പീഡിപ്പിച്ചിട്ടില്ല എന്നുമുള്ള പതിവ് വാദത്തിൽ MLA ഉറച്ചു നിന്നപ്പോഴും ബലാത്സംഗം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർണ്ണമായിട്ടും നിഷേധിക്കാനായിരുന്നു രാഹുലിന്റെ നീക്കം. എന്നാൽ MLAയുടെ ഈ തന്ത്രങ്ങളെ മറികടക്കാൻ പൂങ്കുഴലിയും സംഘവും മുൻകൂട്ടി തയ്യാറാക്കിയ ഡിജിറ്റൽ തെളിവുകൾ ഓരോന്നോരോന്നായി നിരത്തിയപ്പോൾ മാങ്കൂട്ടത്തിൽ തകർന്നു വീണു എന്നുള്ളതാണ്. അപ്രതീക്ഷിതമായിട്ട് വാട്സപ്പ് ചാറ്റുകൾ, ഓഡിയോ സന്ദേശങ്ങൾ, ലൊക്കേഷൻ വിവരങ്ങൾ എന്നിവ പോലീസ് പുറത്തെടുത്തതോടെ രാഹുലിന്റെ ആത്മവിശ്വാസം തകർന്നു പോവുകയായിരുന്നു. ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിച്ചതുമായി ബന്ധപ്പെട്ട നിർണായകമായിട്ടുള്ള ഡിജിറ്റൽ തെളിവുകൾ കണ്ടതോടെ പലപ്പോഴും തലകുനിച്ച് മിണ്ടാതിരിക്കുവാനേ MLAക്ക് കഴിഞ്ഞുള്ളൂ എന്നുള്ളതാണ്. ശാസ്ത്രീയമായ ചോദ്യം ചെയ്യുന്നതിലൂടെ, അല്ലെങ്കിൽ ആ ശാസ്ത്രീയപരമായിട്ടുള്ള ചോദ്യം ചെയ്യലിലൂടെ രാഹുലിന്റെ മൊഴികളിലെ വൈരുദ്ധ്യങ്ങൾ പോലീസ് ഓരോന്നോരോന്നായി പൊളിച്ചടുക്കുകയായിരുന്നു. ബലാത്സംഗം ചെയ്തില്ല എന്ന വാദത്തിൽ തൂങ്ങിപ്പിടിച്ച് രക്ഷപ്പെടുവാനുള്ള രാഹുലിന്റെ എല്ലാ പഴുതുകളും അടയ്ക്കുന്ന രീതിയിലായിരുന്നു പൂങ്കുഴലിയുടെ ബ്രില്യന്റ് നീക്കം എന്നുള്ളത്. മണിക്കൂറുകൾ നീണ്ട ഈ ചോദ്യം ചെയ്യലിന് ശേഷം ശേഖരിച്ച ഡിജിറ്റൽ തെളിവുകൾ കേസിൽ നിർണായകമാകുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ ഇപ്പോഴത്തെ വിലയിരുത്തൽ. രാഹുലിന്റെ മൊബൈൽ ഫോണുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്കായിട്ട് ലാബിലേക്ക് അയക്കാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. തിരുവല്ല സ്വദേശിനിയും നിലവിൽ കാനഡയിലുമുള്ള യുവതി മുഖ്യമന്ത്രിക്ക് അയച്ച പരാതിയിലാണ് രാഹുലിന് വിനയായി മാറിയ ഈ അറസ്റ്റ് ഉണ്ടായത്. വീഡിയോ കോൺഫറൻസിംഗ് വഴി AIG പൂങ്കുഴലി IPS മുൻപാകെ യുവതി മൊഴി നൽകി. ഗർഭാവസ്ഥയിൽ ഡോക്ടറെ കണ്ടതിന്റെയും നിർബന്ധിത ഗർഭഛിദ്രത്തിന് വിധേയമായതിന്റെയും രേഖകൾ യുവതി കൈമാറി. അതിലുപരി അലസിപ്പോയ ഗർഭത്തിന്റെ ഭ്രൂണാവശിഷ്ടം തെളിവായി തന്റെ പക്കലുണ്ട് എന്ന് യുവതി മൊഴി നൽകിയത് കേസിൽ നിർണായകമായി. ശബ്ദരേഖകളും ചാറ്റുകളും ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ തെളിവുകൾ പോലീസ് നേരത്തെ തന്നെ ഉറപ്പിച്ചു വയ്ക്കുകയും ചെയ്യുന്നു. പീഡനം മാത്രമല്ല, രാഹുലിന്റെ സാമ്പത്തിക ചൂഷണത്തെക്കുറിച്ചും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. പാലക്കാട് MLA ആയ ശേഷം ഉപതെരഞ്ഞെടുപ്പ് ചെലവുകൾക്കും ഫ്ളാറ്റ് വാങ്ങാനുമായിട്ട് രാഹുൽ പണം ആവശ്യപ്പെട്ടു എന്ന് യുവതി പറയുന്നുണ്ട്. രാഹുൽ നടത്തിയ UK യാത്രയും മറ്റ് വിദേശ സന്ദർശനങ്ങളും ഈ യുവതിയുടെ ചെലവിലാണോ എന്ന് പ്രത്യേക അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ്. രാഹുൽ MLA ആയ ശേഷം 2 ദിവസത്തെ മിന്നൽ യാത്രയായി UK പോയത് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആഡംബര വാച്ചുകൾക്കും വസ്ത്രങ്ങൾക്കും പുറമെ 10,000 രൂപയുടെ ചെരുപ്പിന് വരെ താനാണ് പണം നൽകിയത് എന്ന വെളിപ്പെടുത്തലും പരാതിക്കാരി നടത്തിയിട്ടുണ്ട്. പരാതി ലഭിച്ചാൽ തമിഴ്നാട്ടിലേക്കോ കർണാടകയിലേക്കോ രാഹുൽ ഒളിവിൽ പോകാൻ സാധ്യതയുള്ളതിനാൽ അതീവ രഹസ്യമായിട്ടാണ് പൂങ്കുഴലി IPS നീക്കങ്ങൾ നടത്തിയത് എന്നുള്ളതാണ്. അതിജീവിത കാനഡയിൽ നിന്നും നാട്ടിലെത്തിയാൽ രാഹുൽ ആ വിവരം വളരെ കൃത്യമായിട്ട് മണത്തറിയുമെന്ന് ഭയന്ന് അറസ്റ്റ് ചെയ്ത ശേഷം മാത്രം നാട്ടിലെത്തിയാൽ മതിയെന്ന് പോലീസ് കാനഡയിൽ നിന്നുള്ള പരാതിക്കാരിയോട് നിർദ്ദേശിക്കുകയായിരുന്നു. വിവാഹ ജീവിതത്തിൽ പ്രശ്നങ്ങൾ നേരിട്ട യുവതിയെ ചാറ്റിങ്ങിലൂടെ സൗഹൃദം സ്ഥാപിച്ച് വലയിലാക്കുന്നു. ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ചു വരുത്തി ബലാത്സംഗം ചെയ്യുക, ബന്ധമുറപ്പിക്കുവാൻ കുഞ്ഞു വേണമെന്ന് നിർബന്ധിക്കുക, ഗർഭിണിയായാൽ മറ്റൊരാളുടെ ഗർഭമാണ് എന്ന് ആരോപിച്ച് ക്രൂരമായിട്ട് ഉപദ്രവിച്ച് ഗർഭഛിദ്രത്തിന് ഇരയാക്കുക, ഈ ഓപ്പറേഷൻ രീതി രാഹുൽ ആവർത്തിക്കുകയാണ് എന്ന ചർച്ചയാണ് ബാക്കിയുള്ള രാഷ്ട്രീയ പാർട്ടികൾ, CPM അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഉയർത്തുന്നത്. കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ചിലപ്പോൾ ഇത് ഒരു സൂചനയാണ്. ഇതുപോലുള്ള സൈക്കോപാത്തുകളായിട്ടുള്ള ബലാത്സംഗ വീരന്മാർ അവർ ഒരു പാർട്ടിയുടെ മാത്രമല്ല, ഒരു സമൂഹത്തിന്റെ തന്നെ മൊറലിനെ തെറ്റിക്കുന്നു, അതിനെ ബാധിക്കുന്നു എന്നുള്ളതാണ്. ഈ വിഷയം എന്ന് പറയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ സ്വകാര്യതയായിരിക്കാം,
അല്ലെങ്കിൽ രണ്ടുപേർ ചേർന്ന് നടത്തിയ ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധമായിരിക്കാം, എന്തുമായിക്കൊള്ളട്ടെ. പക്ഷെ അത് ഇത്രത്തോളം ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഒന്നല്ല രണ്ടല്ല 3 കേസുകൾ ആവർത്തിച്ചുണ്ടാവുകയും 2 കേസുകൾ ജാമ്യത്തിൽ നിൽക്കുകയും, ഒരു കേസ് ജാമ്യം കിട്ടുന്നു, മറ്റൊരു കേസ് അറസ്റ്റ് ചെയ്യരുത് എന്നുള്ള കോടതിയുടെ വിലക്കുണ്ടാകുന്നു, മറ്റൊന്ന് അറിയാതെ അറസ്റ്റിലേക്ക് എത്തിപ്പോയതുമായപ്പോൾ ഇനിയും ഏതെങ്കിലുമൊക്കെ ഇതുപോലുള്ള ആരോപണങ്ങൾ ഉണ്ടായാൽ ഇയാൾ ഒരു സ്ഥിരം ബലാത്സംഗ വീരനാണ് എന്നുള്ള രീതിയിലേക്ക് മാറില്ലേ? അത് സമൂഹത്തിന് എന്ത് സന്ദേശമാണ് നൽകാൻ പോകുന്നത്? പാലക്കാട് MLA ആയി ഇദ്ദേഹം ഇങ്ങനെ പരിലസിച്ചു നടന്നപ്പോൾ ഞാൻ അടക്കമുള്ളവർ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി പലപ്പോഴും നല്ലത് എന്ന രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്, വാർത്തകളും വീഡിയോകളും ചെയ്തിട്ടുമുണ്ട്. പക്ഷെ അപ്പോഴും ഒരാൾക്ക് ഒരു പ്രാവശ്യം പറ്റുന്നത് അബദ്ധമെന്നും രണ്ടാമത് പറ്റുന്നത് കുറ്റമെന്നും മൂന്നാമത് ആവർത്തിച്ചു കൊണ്ടിരുന്നാൽ അത് സൈക്കോ എന്നും പറയേണ്ടി വരുന്ന തരത്തിലേക്ക് എത്തപ്പെടുന്നുണ്ടെങ്കിൽ രാഹുൽ ഈ MLA സ്ഥാനത്തിനും ഒപ്പം തന്നെ പൊതുപ്രവർത്തനത്തിനും അർഹനല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മാറ്റിവെച്ച് കേരളം വിടേണ്ട ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടം എത്തിച്ചേരുന്നു. ഇനി ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് രാഹുലിനെ സ്വീകരിക്കാൻ പോകുന്നത്? ഈ തീയൊക്കെ അണയുമായിരിക്കും, അല്ലെങ്കിൽ ഈ ചൂടൊക്കെ കെട്ടടങ്ങുമായിരിക്കും. പക്ഷെ അതൊക്കെ കഴിയുമ്പോഴും സമൂഹത്തിനോട് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയേണ്ടി വരില്ലേ? അങ്ങനെയുള്ള ഒട്ടനവധി ചോദ്യങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തും രാഹുൽ. ആ ഉത്തരങ്ങൾ നിങ്ങൾക്ക് പറയാൻ കഴിയാതെ വരുമ്പോൾ ശിഷ്ടജീവിതം നിങ്ങൾ ചിലപ്പോൾ മറ്റെവിടെയെങ്കിലും പോകേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കും. ഈ അറസ്റ്റ് എന്ന് പറയപ്പെടുന്നത് ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തെയും ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ പൊതുജീവിതത്തെയും ഒക്കെ വല്ലാതെ ബാധിച്ചിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇന്നലെ വരെയുള്ള രാഹുൽ ആയിരിക്കില്ല ഇനിയുള്ള ദിവസങ്ങളിൽ മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന രാഹുൽ. ഇവിടെ കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള IPS വനിതാ ഉദ്യോഗസ്ഥയായിട്ടുള്ള പൂങ്കുഴലിയുടെ നേതൃത്വത്തിൽ നടന്ന ഈ അറസ്റ്റ് എന്ന് പറയപ്പെടുന്നത് വളരെ ശ്രദ്ധേയമാകുന്നത് ഇങ്ങനെ രാഹുലിനെ പോലുള്ള ഒരു MLA അകത്താക്കിയത് മാത്രമല്ല, രാഹുലിന്റെ രാഷ്ട്രീയ പൊതുജീവിതം ഇല്ലാതാക്കുക കൂടി ചെയ്യുന്ന തരത്തിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ്. അതിനു പിന്നിലെ ഓപ്പറേഷൻ എന്ന് പറയപ്പെടുന്നത് പൂങ്കുഴലി നമുക്കറിയാവുന്നതാണ്. കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള വനിതാ IPS ഉദ്യോഗസ്ഥരിൽ ഒരാളാണ് പൂങ്കുഴലി. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട സിനിമാ മേഖലയിലെ അതിജീവിതകൾക്ക് സംരക്ഷണം നൽകുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള പരാതികളുണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ ഏകോപിപ്പിക്കുന്നതിനുള്ള നോഡൽ ഓഫീസറായിട്ടൊക്കെ സർക്കാർ നിയോഗിച്ച ഒരു IPS കാരിയാണ്. വളരെ സ്മാർട്ടായിട്ടുള്ള ഒരു വനിതാ IPS ഉദ്യോഗസ്ഥ. അതുകൊണ്ട് തന്നെയാണ് അവർ വളരെ ബുദ്ധിപൂർവ്വം രാഹുൽ മാങ്കൂട്ടത്തിനെ അകത്താക്കിയത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പീഡന പരാതികൾ അന്വേഷിക്കുന്ന പ്രത്യേക സംഘത്തെ നയിക്കുന്നത് പൂങ്കുഴലിയാണ്. ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കുന്നതിലും ശാസ്ത്രീയമായിട്ടുള്ള ചോദ്യം ചെയ്യലിലും ഒക്കെ ഇവർ പുലർത്തുന്ന ഒരു സൂക്ഷ്മത അത് ആ ഓപ്പറേഷന്റെ വിജയത്തിൽ നിർണായകമായി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതീവ രഹസ്യ സ്വഭാവമുള്ള ഓപ്പറേഷൻ കോബ്രയുടെ ഫീൽഡ് തലത്തിലുള്ള ഏകോപനം പൂങ്കുഴലിയുടെ നേതൃത്വത്തിലായിരുന്നു. അതുപോലെ തന്നെ രാഹുലിനെതിരെയുള്ള പരാതികൾ വന്നപ്പോഴും ഇനിയും ചിലപ്പോൾ പരാതികൾ വരാൻ സാധ്യതയുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ കൂടിയും അത് FIR വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങനെയാണെങ്കിൽ അത് വീണ്ടും അകത്ത് കിടക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ആദ്യ 2 പീഡന കേസുകളിൽ ഹൈക്കോടതിയും വിചാരണ കോടതിയും രാഹുലിന് മുൻകൂർ ജാമ്യം നൽകിയിരുന്നുവെങ്കിലും പുതിയ പരാതിയിലെ ഗൗരവം കണക്കിലെടുത്ത് അറസ്റ്റിലേക്ക് നീങ്ങുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അത് വളരെ വിദഗ്ധമായിട്ട് പൂങ്കുഴലി ഓപ്പറേറ്റ് ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ ഞാൻ ആദ്യം സൂചിപ്പിച്ചത് രാഹുലിന്റെ ഇനിയുള്ള ശിഷ്ട ജീവിതം എന്ന് പറയപ്പെടുന്നത്, ഇനിയുള്ള രാഹുലിന്റെ രാഷ്ട്രീയ ജീവിതം എന്ന് പറയപ്പെടുന്നത് ദുരിതപൂർണ്ണമാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഒപ്പം തന്നെ രാഷ്ട്രീയ ജീവിതം ഇത്തരത്തിൽ ദുരിതപൂർണ്ണമാകുമ്പോൾ അദ്ദേഹത്തിന് കേരളത്തിൽ നിന്ന് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് വല്ലാതെ കഷ്ടപ്പാടുണ്ടാക്കുന്നതായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിനാൽ തന്നെ ശിഷ്ടജീവിതം കേരളത്തിന് പുറത്തെവിടെയെങ്കിലും ജീവിച്ചു തീർക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് രാഹുൽ എത്തിച്ചേരുന്നു. ഇതിന്റെയൊക്കെ ചൂടാറില്ല എന്നല്ല പറയുന്നത്, പക്ഷെ ഇതിന്റെയൊക്കെ ചൂടാറും വരെയെങ്കിലും അങ്ങനെ ജീവിക്കേണ്ടി വരും, ജയിലിലും കഴിയേണ്ടി വരും, MLA സ്ഥാനവും പോകും. ഇനി കൂടെയുള്ളവർ പോലും വിശ്വസിക്കാത്ത ഒരവസ്ഥയിലേക്കായി തീർന്നിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജീവിതം. ഇനി എന്താകും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയപ്പെടുന്ന MLA ആയ ജനപ്രതിനിധിയായ വ്യക്തിയുടെ മുൻപോട്ടുള്ള ജീവിതം? മാത്രമല്ല പൊതുസമൂഹത്തിൽ ഇത്രത്തോളം വേഗത്തിൽ വളർന്നു വരുന്ന മറ്റൊരു രാഷ്ട്രീയ നേതാവിനെ നമ്മൾ കണ്ടിട്ടില്ല. അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിന്റെ പതനവും ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്.